എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. കുറേ നാളായില്ലേ ലോങ് വീഡിയോ ചെയ്തിട്ട്. എന്നോട് ലിജോ ചേട്ടൻ ചോദിച്ചു കേട്ടോ, ഒരാളെങ്കിലും അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എന്താണ് ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യാത്തത്? ചിലർക്ക് എൻ്റെ ഷോർട്ട് വീഡിയോ അറിയില്ലായിരിക്കുമല്ലോ, എങ്കിലും ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് അതിന് വന്ന് കമൻറ്റ് ചെയ്തു. എനിക്ക് വലിയൊരു സന്തോഷമായിട്ടോ. ധാരാളം പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചിണ്ടൻകുഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെടിയൊക്കെ നനയ്ക്കായിരുന്നു. ഇപ്പോൾ ചെടി 2 നേരമല്ല 3 നേരം നനയ്ക്കണം. അത്രയ്ക്കും ഒരു കഠിനമായ വെയിലാണ്. വല്ലാത്തൊരു അന്തരീക്ഷം. മനുഷ്യനും ചെടികൾക്കും മൃഗങ്ങൾക്കും ഒന്നും ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ മോൻ ലീവിന് വന്ന് 20-ാം തീയതി ലീവിന് വന്നു കഴിഞ്ഞ മാസം. അതിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. കുറച്ച് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. മോളുടെ വീട്ടിൽ പോയി, ബാംഗ്ലൂർ പോയി, അങ്ങനെ കുറച്ച് കറക്കങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് പറ്റാണ്ടിരുന്നത്. ചെടികളെ പോലും നന്നായിട്ട് നോക്കാൻ പറ്റാറില്ല കേട്ടോ. എങ്കിലും ചെടികൾക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. വളമൊന്നും അങ്ങനെ കൊടുക്കാറില്ല ഇപ്പോൾ. എങ്കിലും പാവങ്ങൾ ഈ കഠിനമായ വേനലിലും പൂക്കൾ തന്ന് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൈഡ്രാഞ്ചിയ നിറയെ പൂക്കളാണ്. പൂക്കില്ല, പൂക്കാതിരുന്ന് പൂത്തതാണ്. പൂത്തിട്ടുണ്ട് നേരത്തേക്ക്. അതിന് ശേഷം വർഷങ്ങളായിട്ട് പൂക്കാതിരുന്ന് DAP ഇട്ട് കൊടുത്തതിന് ശേഷം പൂത്തതാണ്. ഇത് ആദ്യം ഉണ്ടായതായിട്ടോ. ഇതിന് മുമ്പുണ്ടായതുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞു, കാരണം അത് മങ്ങിപ്പോയി. കണ്ടോ, ഇത് പുതിയതാണ്. നിറം കണ്ടാലായിട്ട് മനസ്സിലാവും. നിറയെ പൂക്കളാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കളാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ മണ്ണിൻ്റെ ആസിഡിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ചിട്ട് നിറം മാറും. അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ ഇത്. അല്ലാണ്ട് പല കളറൊന്നുമില്ല. നമ്മുടെ മണ്ണിൻ്റെ ഏതാണൊരു എന്താ പറയുക, ആസിഡൊക്കെ എത്രയുണ്ട് അതനുസരിച്ചിട്ട് ഇതിൻ്റെ നിറം മാറും. ചിലപ്പോൾ ചുവപ്പ് പോലെ, കുറച്ചും കൂടി വയലറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ നേരത്തെ താമസിച്ചൊരു സ്ഥലത്ത് നട്ടപ്പോൾ ഇതിന് നല്ല വയലറ്റ് പൂക്കളായിരുന്നു. ഇപ്പോഴാണ് ഈ കളറായിട്ട് മാറിയത്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ചെടിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ധാരാളം പിങ്ക് ഇലയായിട്ടിരുന്ന ചെടി ഇപ്പോൾ മാറി ഇതുപോലത്തെ ഒരു നിറമായിട്ട് മാറിയിട്ടുണ്ട്. ചെടികൾക്ക് വേണ്ടി മീഷോയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചിണ്ടൻകുഞ്ഞിന് വെള്ളമൊന്നും കുടിച്ചത് പോരാണ്ട് മതിലിൽ വീണ വെള്ളം ചെടിക്ക് ഒഴിച്ചപ്പോഴേ അത് കുടിക്കുകയാണ് കേട്ടോ. മേലൊക്കെ നനഞ്ഞിട്ടുണ്ട്. ചെടി നനച്ചപ്പോൾ എൻ്റെ കൂടെ എന്നെ ഹെൽപ്പറായിട്ട് ഇവനാണ് ഉണ്ടായിരുന്നത്. ബൊഗേൻവില്ലയിൽ വീണ്ടും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ആദ്യത്തെ അത്ര അങ്ങോട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ. ചെത്തിയിലൊക്കെ പൂക്കൾക്ക് ശേഷം മുട്ടുകളൊക്കെ വരണേ ഉള്ളൂ. പിന്നെ ഞാൻ കെയറൊന്നും ചെയ്യണമല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഈ അരേലിയെക്കുറിച്ച് പറയാം കേട്ടോ. ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഗോൾഡൻ അരേലിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ മേടിച്ച് കൊണ്ടുപോകുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമാണ് നല്ല മഞ്ഞ കളർ വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിന് പച്ച കളറായിരിക്കും. അതിൻ്റെ തൈകളാണിത്. ഇവിടെ അധികം വെയിലില്ല, അതുകൊണ്ട് കണ്ടോ പച്ച കളറ്. നല്ല കഠിനമായ വെയിലത്ത് വെച്ചാൽ മാത്രമാണ് അരേലിയ ഗോൾഡൻ അരേലിയ ആയിട്ട് മാറുള്ളൂ കേട്ടോ. ആ വാങ്ങിച്ചു കൊണ്ടുപോയവർക്ക് അറിയില്ല തോന്നുന്നുണ്ട്. അവർ തണലത്താണ് വെച്ചേക്കണത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഓർക്കിഡിലൊക്കെ ധാരാളം പൂക്കൾ വന്നിട്ടുണ്ട്. മഞ്ഞ റോസിൽ മുട്ടുണ്ട്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ആർക്കെങ്കിലുമൊക്കെ എന്നെ മിസ് ചെയ്തോ? ഒരാൾക്ക് മിസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഷോർട്ട് വീഡിയോ കാണുന്നവരാട്ടോ, അതാണ് മിസ് ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അത്രേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം വീണ്ടും നമ്മൾ ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. മോൻ 27-ാം തീയതി പോവുകയാണല്ലോ. അതിൻ്റെ വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ട്. ഇത്ര ദിവസം വലിയ സന്തോഷമായിരുന്നു. എങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അവർക്ക് ജോലിയായിട്ട് മുന്നോട്ട് പോകണമല്ലോ. ഗൾഫിലൊക്കെ യുദ്ധമൊക്കെയാണ്, എങ്കിലും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. എല്ലാവരുടെ മനസ്സിലും പരസ്പര സ്നേഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സിലങ്ങനെ വിചാരിച്ചുകൊണ്ട് വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും അറിയിക്കാം കേട്ടോ. ഞാൻ മീഷോയിൽ നിന്നും വാങ്ങിച്ച കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിക്കുന്ന ഒരു പാത്രം, പിന്നെ ഒരു സ്പ്രേയർ. ഇതെല്ലാം നല്ല ഓഫർ പ്രൈസിലാണ് വാങ്ങിച്ചത് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ വില എനിക്കറിയില്ല. ഞാനിത് കുറച്ച് ദിവസങ്ങളായി വാങ്ങിച്ചിട്ട് വീഡിയോ ഇപ്പോൾ ഇടുന്നതെന്ന് മാത്രം. ഇതിൽ നമുക്ക് വെള്ളം ഇങ്ങനെ നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ചെറിയ പാത്രമായതുകൊണ്ട് കയ്യിലെടുക്കാനും പറ്റും. പിന്നെ ഞാൻ നീം ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വേപ്പെണ്ണ, ഒരു കീടനാശിനിയായിട്ട് തളിച്ച് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് ഒരു പാക്കറ്റ് നീം കേക്കല്ല, പൊടിയാണ്. നീം കേക്ക് ഇങ്ങനെ പൊടിച്ചതും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേപ്പിൻ പിണ്ണാക്കുണ്ടല്ലോ അത്. പിന്നെ ഈ വാങ്ങിച്ചേക്കണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തുള്ളി തുള്ളിയായിട്ട് ചെടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും വലിയ വിലക്കുറവിലായിട്ട് 12 എണ്ണം ഉണ്ടായിരുന്നു. ബ്ലൂ കളറിലും ഗ്രീൻ കളറിലും ആയിരുന്നു കേട്ടോ. ഇതെല്ലാം നല്ല വിലക്കുറവുള്ളപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഡ്രിപ്പ് പോലെ ഒരു സാധനം കൂടി ഇട്ടിട്ട് അത് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കത് തിരിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റും.
നമുക്ക് ഏതെങ്കിലും കുപ്പിയിലേക്ക് അത് അറ്റാച്ച് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാമെന്നാണ് അവരതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിലേക്ക് അതങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്ത് അടപ്പ് പോലെ ടൈറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തു. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ ഇതിൻ്റെ അടപ്പിൻ്റെ ആ ഭാഗം കറക്റ്റ് ആവണില്ല. കുപ്പിയിൽ നിന്നും കൂടി വെള്ളം പുറത്തേക്ക് ചാടിപ്പോവും, പെട്ടെന്ന് വെള്ളം തീർന്നു പോകും. ഇതിന് ശരിക്കും ഞാനത് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. അവരേത് കുപ്പിയും എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ പറയുക, നമ്മുടെ കോളയുടെയൊക്കെ കുപ്പിയാണെങ്കിൽ കറക്റ്റായിരിക്കും കേട്ടോ. ഞാൻ പിന്നീട് അത് വെച്ച് നോക്കിയപ്പോൾ കോളക്കുപ്പിക്ക് ഈ അടപ്പ് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ സാഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാഫ് അറിയാലോ, ഒരു ഫംഗിസൈഡാണ്. അപ്പോൾ കണ്ടോ, ഞാനപ്പോൾ ഈ എന്താ പറയുക ജ്യൂസിൻ്റെ കോളയുടെയൊക്കെ കുപ്പി എടുത്തുകൊണ്ട് വന്ന് വെച്ചപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ ദിവസം യാത്ര പോകുമ്പോഴൊന്നും പറ്റില്ല. ഇത് ഇപ്പോൾ അതികഠിനമായ വെയിലാണല്ലോ, അതുകൊണ്ട് നമ്മൾ രാവിലെ ഒഴിച്ചാലും പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകും ചട്ടിയിൽ നിന്നൊക്കെ. അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ചെടി അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. ധാരാളം വെള്ളം ആവശ്യമുള്ള ചെടികൾക്കൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ലതാട്ടോ. ഇതെല്ലാം നല്ല വിലക്കുറവിലാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇപ്പം അതിൻ്റെ വില എനിക്ക് അറിഞ്ഞുകൂടാ, കൂടിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാൻ മുടങ്ങിപ്പോയത്. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഷോർട്ട് വീഡിയോ ഉണ്ടാവും, ലോങ് വീഡിയോ ഉണ്ടാവും. അടുത്ത ആഴ്ച മുതൽ സാധാരണ പോലെ തന്നെ ഉണ്ടാവും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറയാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലിജോ ചേട്ടനോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ. ലിജോ ചേട്ടനാണ് എന്നെ അന്വേഷിച്ചത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.